കെയ്ലി ഹാമിൽട്ടൺ തിയറം കൊറോളറി 2 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് കൊറോളറി 3. ലെറ്റ് എ ബി എൻ എൻ ബൈ എൻ മെട്രിക്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 റേഷ്യോ എൻ ടി റേഷ്യോ എൻ പ്ലസ് എ വൺ ടി റേഷ്യോ എൻ -1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ. അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സാധാരണ ലാംഡയുടെ ടേമിൽ എഴുതുക. ലാംഡയ്ക്ക് വരും ടി എന്നുള്ള വേരിയബിൾ കൊടുത്തു, അത്രയേ ഉള്ളൂ. Then we have to prove that if A is invertible, if and only if an not equal to 0. An means last term, the constant term, and its inverse is A is invertible if and only if n not equal to 0, and its inverse is inverse is equal to -1 by n into n a ratio n -1 plus a1 a ratio n -2 plus etc. n -2 a പ്ലസ് എൻ -1 ഇൻറ്റു ഐ. അപ്പോൾ ഇത് കാണുമ്പോൾ പറയാം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണെന്ന് മനസ്സിലാവും അല്ലേ. നമുക്ക് എ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ലാസ്റ്റ് ടേം ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്നും പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ കൊറോളറി 1 and 2 നിന്ന് കിട്ടി. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു -1 റേഷ്യോ എൻ എ എൻ, and that is equal to lambda 1 into lambda 2 into etc. lambda n already കിട്ടിയിട്ടുണ്ട് അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് എ is equal to lambda 1 into lambda 2 into etc. lambda n അല്ലേ. and that is equal to -1 raised to a n എന്നുള്ളത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂസിങ് ദാറ്റ് എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താ? ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഇപ്പോൾ നേരത്തെ റിസൾട്ട് അനുസരിച്ച് എന്തായിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു -1 റേസ്ഡ് ടു എൻ എ എൻ ആൻഡ് ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു lambda 1 into lambda 2 into etc. lambda n അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 മീൻസ് -1 റേസ്ഡ് ടു എൻ എ എൻ നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എ എൻ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ എൻ നോട്ട് ഈക്വൽ ടു 0 നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, ആൻഡ് therefore we can say that a n not equal to 0, where a n is the constant term of the characteristic polynomial of matrix A. അപ്പോൾ A is invertible if and only if a നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇപ്പോൾ കിട്ടി. ഇനി നമുക്ക് എ ഇൻവേഴ്സിൻ്റെ ഫോർമുല കണ്ടുപിടിക്കണം അല്ലേ. ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം വി ഹാവ് എഫ് ഓഫ് എ ഈക്വൽ ടു 0 അല്ലേ. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ മെട്രിക്സ് എ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ എ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ദാറ്റ് ഈസ് -1 റേസ്ഡ് ടു എൻ ലാംഡ റേഷ്യോ എൻ പ്ലസ് a1 ലാംഡ റേഷ്യോ എൻ -1 പ്ലസ് എക്സെട്ര എൻ ഐ ഈക്വൽ ടു 0. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിൽ ലാംഡയ്ക്ക് വരെ നമ്മൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മെട്രിക്സ് എ ലാംഡയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1 റേസ് ടു എൻ എ എൻ പ്ലസ് a1 എ റേസ് എൻ -1 പ്ലസ് എക്സെട്ര എൻ -1 എ പ്ലസ് എ എൻ ഐ ഈക്വൽ ടു 0. അതായത് 0 മെട്രിക്സ് ആയി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ലാംഡയ്ക്ക് വരെ എല്ലാം നമ്മൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. അതാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ഇവിടെ -1 റേസ് ടു എൻ അപ്പോൾ ഇൻറ്റു ദിസ് ഈക്വൽ ടു 0 മെട്രിക്സ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ് ഫോം ഈസ് ഈക്വൽ ടു 0. കാരണം -1 റേസ് ടു എൻ 0 അല്ലല്ലോ. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ് ബൈ എ ഇൻവേഴ്സ് വി ഗെറ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു ബ്രാക്കറ്റ് ദിസ് ടേംസ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മെട്രിക്സ്. അപ്പോൾ ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ റേസ് ടു എൻ -1 പ്ലസ് a1 എ റേസ് ടു എൻ -1 ആകുമ്പോൾ n -2 പ്ലസ് എക്സെട്ര n -2 എ പ്ലസ് n -1 എയുടെ n -1 എ ഇൻറ്റു എ ഇൻവേഴ്സ് ആകുമ്പോൾ n -1 ഐ എന്നാവും പ്ലസ് എ എൻ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 മെട്രിക്സ് എന്നാവും. ഇനി നമുക്ക് എ ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. അപ്പോൾ എ എൻ എ ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എ ഇൻവേഴ്സ് ഉണ്ട്, ബാക്കിയുള്ളതിനെയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/an ഇൻറ്റു, ഇവിടെ ഇതൊക്കെ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഓഫ് എന്നാവും അല്ലേ. A ഇൻവേഴ്സ് എന്നുള്ളത് ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ഓഫ് ദാറ്റ്, മൈനസ് ഓഫ് an മൈനസ് 1 പ്ലസ് a1 a⁻n−2 പ്ലസ് എക്സെട്ര an മൈനസ് 1 i എന്ന് വരും. ഇതെല്ലാം മറ്റേ സൈഡിൽ പോകുമ്പോൾ അപ്പോൾ ഡിവൈഡഡ് ബൈ an കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും A ഇൻവേഴ്സ് ഈക്വൽ ടു -1/an ഇൻറ്റു a⁻n−1 പ്ലസ് a1 a⁻n−2 പ്ലസ് എക്സെട്ര an−1 i എന്ന് കിട്ടും. Therefore we obtain A inverse equal to -1/an into a⁻n−1 plus a1 a⁻n−2 plus etc. a-1 i എന്ന് കിട്ടും. ഇനി കൊറോളറി 4ൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് λ1 λ2 etc. ആർ n distinct eigenvalue of matrix A of order n by n, then trace of A is equal to summation of I equal to 1 to n lambda I. λ1 λ2 are the eigenvalues of a matrix A of order n, then the trace of A is equal to sum of the characteristic roots എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്, സാധാരണ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ BSc ലെവലിലുള്ള പ്രൂഫാണ് ഇവിടെ കൊടുത്തത്. ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ ആയി വെച്ചിട്ട് നമുക്ക് ഈ തിയറം തന്നെ നമ്മൾ ഇനി അടുത്ത ഡയഗണലൈസബിൾ മെട്രിസസ് ആണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഉള്ളതിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും എന്ന് പഠിക്കുന്നുണ്ട്. അത് വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിനെ പ്രൂവ് ചെയ്യാം. ഇല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് നോക്കിക്കോളൂ. പഠിച്ചതാണെങ്കിൽ ഇത് ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണലൈസബിൾ മെട്രിസസ് പ്രൂവ് ചെയ്തതിന് ശേഷം ഇത് ഈസി ആയിട്ട് ഈ ട്രേസ് ഓഫ് എസികൾ സം ഓഫ് ലാംഡ എന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയഗണലൈസബിൾ മെട്രിസസ് എങ്ങനെയാണ് ഡയഗണലൈസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് വാട്ട് ആർ സിമിലർ മെട്രിസസ്? ലെറ്റ് A be a square matrix of order n. ക്ലാരിറ്റി ഇച്ചിരി കുറവുണ്ട് അല്ലേ. ലെറ്റ് A be a square matrix of order n and Q be an invertible matrix of order n. രണ്ടും ഓർഡർ n ആണ്. Then B is equal to Q inverse AQ and has same characteristic roots as A, and if X is characteristic vector of A, then Q inverse X is the characteristic vector of B. The matrices A and B are said to be similar. അപ്പോൾ എന്താണ്? A is an n by n matrix and B is expressible as B is equal to Q inverse AQ, where the characteristic roots of A B is equal to Q inverse AQ and characteristic vectors of A are X, then characteristic vector of B is Q inverse X and the characteristic roots are same. Then we can say that A and B are similar. അപ്പോൾ എയ്ക്കും ബിക്കും സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ്. ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് B is equal to Q inverse AQ. Then that such matrices is known as similar matrices. അപ്പോൾ നോക്കാം എങ്ങനെയാണ് സിമിലർ ആവണമെന്ന് നോക്കാം. Let lambda, x be a characteristic root and vector pair of A. ലാംഡ ക്യാരക്ടറിസ്റ്റിക് റൂട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്ററാണ് എക്സ്. ഇങ്ങനത്തെ ഒരു പെയറാണ് ലാംഡ എക്സ്. ദെൻ വി ക്യാൻ ഷോ ദാറ്റ് AX equal to, we know that AX equal to lambda x. Multiplying both sides by Q inverse, we get Q inverse AX is equal to Q inverse lambda x. Since lambda is a scalar, we can write it as lambda into Q inverse x. Now also we have Q
Q inverse A is equal to Q inverse A into Q inverse എന്ന് എഴുതാം അല്ലേ. ഇവിടെ 1നെ നമുക്ക് Q inverse എന്ന് എഴുതാം. Therefore we get രണ്ട് സൈഡിലും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q inverse A Q inverse X is equal to Q inverse A X. Therefore x equal to lambda x ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q inverse lambda x. That is equal to, since lambda scalar, lambda into Q inverse x. അപ്പോൾ Q inverse A Q inverse x നെ നമുക്ക് എന്ത് എഴുതാം? Q inverse AQ into Q inverse x is equal to lambda into Q inverse x. അപ്പോൾ എന്തായി? ഇത് നമുക്ക് Q inverse എക്സിനെ നമുക്ക് y എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാം? Q inverse AQ into y is equal to lambda into y. അപ്പോൾ ഇത് AX equal to lambda x is equal to lambda x എന്നുള്ള ഫോമായി അല്ലേ? AX equal to lambda x. Therefore lambda is the characteristic root of Q inverse AQ എന്ന് നമുക്ക് പറയാം. അപ്പോൾ lambda is the characteristic root of Q inverse AQ with characteristic vector Q inverse x. Characteristic vector Q inverse x. അതായത് with characteristic vector y is equal to Q inverse x. അപ്പോൾ then we can say that and we are similar. അപ്പോൾ സെയിം ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ എന്നുള്ളത് Q inverse x. അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ then next we have to prove that matrices are similar to diagonal matrices. Such matrices are known as diagonalizable matrices. Matrix A is said to be diagonalizable if A is expressible as if A is said to be diagonalizable if and only if it is similar to a diagonal matrix. This means that there exists a matrix P such that P inverse AP is equal to D, where D is diagonal matrix. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ.